നേരത്തെ പറഞ്ഞ വിഷയത്തിൽ മാഡത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന അധ്യാപിക എന്ന നിലയിൽ മറ്റു വിഷയങ്ങൾ സബ്ജക്ട്സ് പഠിപ്പിക്കുന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് എന്തായിരിക്കണം ഒരു ഓൺലൈൻ എറ്റിക്കറ്റ്സ് കുട്ടികൾ പാലിക്കേണ്ടതായിട്ടുള്ള, കുട്ടികളിൽ നിന്ന് മാത്രമല്ല തീർച്ചയായും എല്ലാത്തിലും ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഗ്രാമറിൽ പോലും പറയും ഇത് ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കരുത്. മലയാളത്തിൽ വരും ഡൂസ് ആൻഡ് ഡോൺസ് ചേർന്നതാണ് നമ്മുടെ ലോകം, നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അത്തരത്തിൽ വരുമ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ ഡൂസ് ആൻഡ് ഡോൺസ് നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും അറിയുമോ? സദാചാര ബോധം കൂടുതൽ കൂടുതൽ റിജിഡായിട്ട് വരുന്ന ഒരു സദാചാര ബോധത്തിലേക്ക് നമ്മൾ പോകേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഡൂസ് ആൻഡ് ഡോൺസിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാണ് ഒരു സൂപ്പർഫിഷ്യൽ സദാചാര ഒരു ഉദാഹരണം. 100 വർഷം അല്ലെങ്കിൽ 150 വർഷം മുമ്പ് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജീവിതം നയിച്ചിരുന്ന നമ്മളാണ്. ഇന്ന് നമ്മൾ അങ്ങേയറ്റം നമ്മൾ ഈ വസ്ത്രത്തിന്റെ ചുറ്റിനും നടത്തുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലെയിംസ് ഒക്കെ നമ്മൾ അതവിടെ നിൽക്കട്ടെ. ഇതോടൊപ്പം തന്നെ പുഴയരികിലും കുളത്തിലുമൊക്കെ കുളിച്ചിരുന്ന മനുഷ്യരാണ് നമ്മൾ, സ്ത്രീകളും ആയാലും പുരുഷന്മാരായാലും. കുറച്ചു നാൾ മുമ്പ് ഒരു സിനിമ വരുന്നു. ഒരു പെൺകുട്ടി സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഒളി ക്യാമറ കൊണ്ട് ആ കുട്ടിയുടെ കുളി പകർത്തിയിട്ട് അത് വൈറലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് ആ കുടുംബത്തെയും പിന്നെ അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന, ആ കൊലപാതകം ഭംഗിയായി മൂടുന്നു. ഇതിലെ സദാചാര ബോധമാണ് ഞാൻ പറയുന്നത്. ഞാൻ കുളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കുട്ടി കുളിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാനം പോയി എന്ന് കരുതുന്ന ഒരു സമൂഹത്തിന്റെ സദാചാര ബോധത്തെ പറ്റി അവിടെയാണ് ഈ ഡൂസ് ആൻഡ് ഡോൺസ് നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നെനിക്ക്. നീ കുളിച്ചത് ആരെങ്കിലും പകർത്തി അത് കണ്ടോട്ടെ, അല്ലെങ്കിൽ അത് കണ്ടാൽ എന്ത് പറ്റും, നമുക്ക് നിയമപരമായി ഇതിനെ നേരിടണം, അല്ലെങ്കിൽ നീ ഒരു പരാതി കൊടുക്കണം എന്ന് പറയാൻ പറ്റുന്ന അച്ഛനമ്മമാർ എന്ന് പറയാൻ പറ്റാത്ത ഒരു കുടുംബം നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നു? കുടുംബത്തിന്റെ മാനം പോയി എന്ന് കരുതാൻ മാത്രം അവിടെ എന്താണ് ആ കുട്ടി ചെയ്തത്? അപ്പം ഇവിടെയാണ് ഈ ഡൂസ് ആൻഡ് ഡോൺസും ഈ നമ്മളുടെ ഈ മോറൽ അല്ലെങ്കിൽ എത്തിക്കൽ പൊസിഷൻസിനുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് മാറി വരുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം മൊറാലിറ്റികൾ മാറണ്ടയോ എന്നൊക്കെയുള്ള ചർച്ച ഇപ്പോഴതൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ ഇപ്പോഴും വീണ്ടും നമ്മൾ ഇതിനെല്ലാം പുതപ്പിച്ച് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ആയിരിക്കും വലിയ സദാചാര ബോധം മാത്രം നിലനിൽക്കുന്ന ഇന്റേണലി എന്നോ കൈമോശം ഒരു സദാചാരമില്ല. അപ്പൊ സ്കൂളിലേക്ക് അയക്കുന്ന നമ്മളൊരു പെൺകുട്ടിയുടെ ബാഗിൽ നമ്മൾ എന്തൊക്കെ വെക്കുന്നു എന്ന് നമ്മൾ ഇനി ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അല്പം നാണം, അല്പം മാനം എന്നൊക്കെ പറഞ്ഞ അപ്പൊ ആൺകുട്ടി പോകുന്ന പോലെ അല്ല, ആ സഞ്ചിക്ക് ഭാരം കൂടുതലാണ്. കുടുംബത്തിന്റെ പേര്, അച്ഛനമ്മമാരുടെ പേര്, നിന്റെ ശബ്ദം പുറത്ത് കേൾക്കരുത്, നീ ഉറക്കെ ചിരിക്കരുത്, നീ ആരോടും സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഒരു കുടുംബത്തിൽ പെട്ടുപോകുന്ന ഈ സ്ത്രീ ഒരു സൗഹൃദത്തിലേക്ക് വഴുതി വീഴുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലുള്ള ഒരു വലിയ കുറ്റമൊന്നും അതിനകത്ത് കാണാൻ പറ്റുമോ? എനിക്കറിയില്ല. എങ്ങനെയാണ് നമ്മൾ പിന്നെ അതിനെ പഠിക്കുന്നത്? അപ്പൊ ഇൻഫോംഡ് ആയിട്ടുള്ള ചോയ്സസിനാണ് നമ്മൾ ഈ കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. അതിലാണ് പ്രാപ്തയാക്കേണ്ടത്. ചോയ്സ് സ്റ്റിൽ ഒരു പ്രിവിലേജ് ക്ലാസ്സിന് മാത്രം കിട്ടുന്ന ഒരു വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്നു അൺഫോർച്യുനേറ്റ്ലി. കുളിസീനെ കുറിച്ചൊക്കെ പറഞ്ഞു ഞാനത് അതൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഈ അടുത്ത സമയത്തുണ്ടായിരുന്നു ഒരു ചാനലിൽ ഇതുപോലൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കുകയാണ്. അപ്പോൾ ആ ചർച്ചയിലെ ടെലിഫോൺ വഴിയും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുത്തൊരു പൊതുപ്രവർത്തക, ഞാൻ വനിതാ കമ്മീഷൻ ആയതുകൊണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഒരു വീട്ടിൽ ഭാര്യ, ഭർത്താവ്, 2 ആൺകുട്ടികൾ, 24, 26 വയസ്സായിട്ടുണ്ട്. ഭാര്യ വീട്ടിലെ ഒരു ഗ്ലാസ് അത് ഇരിക്കേണ്ട സ്ഥലത്ത് നിന്ന് ഒന്ന് മാറി അപ്പുറത്തോട്ടിരുന്നാൽ ആ സ്ത്രീക്ക് ഫൈൻ ഇടുന്ന ഭർത്താവ്. ഇത് പിന്നെ അതായത് ഒരു ചാനൽ ചർച്ചയിലൂടെ പറഞ്ഞതാണ്, എല്ലാവരും കേട്ടൊരു സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് പറയുന്നതിന് വിഷമിക്കേണ്ട കാര്യമില്ല. അതായത് വീട്ടിലെ ഭർത്താവ് തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ, അവിടെ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായി കണ്ടു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഫൈൻ ഇടും. ആ ഫൈൻ അടച്ചില്ലെങ്കിൽ ഭാര്യയ്ക്ക് അടി കിട്ടും. അപ്പോൾ ഇത് അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ എനിക്ക് അവരുടെ ഒരു പരാതി വാങ്ങിത്തരൂ, അല്ലെങ്കിൽ എനിക്ക് അവരുടെ ഒരു കോണ്ടാക്ട് നമ്പർ തരൂ, കമ്മീഷൻ നേരിട്ട് അവരെ കണ്ട് സ്വമേധയാ കേസെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പം ഈ ഒരു പൊതുപ്രവർത്തകയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് പല പ്രാവശ്യം ഇവരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വനിതാ കമ്മീഷനിൽ ഒരു പരാതി കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ പറഞ്ഞെന്ന്, എനിക്ക് 24, 26 വയസ്സായ 2 ആൺകുട്ടികളുണ്ട്, അവർക്ക് കല്യാണാലോചന വരുമ്പോൾ അമ്മയും അച്ഛനും തമ്മിൽ വഴക്കാണ്, അമ്മ അച്ഛനെതിരെ വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്താൽ ആ കുട്ടികൾക്ക് നല്ല വിവാഹം കിട്ടാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വിഷമം നിന്നോട് സ്വകാര്യമായി ഒന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ നിന്നൊന്ന് ഇറക്കി വെക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അവർക്കത് സഹിക്ക വയ്യാത്തോണ്ടാണ് അവര് അത് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഗ്ലാസ് വെക്കുന്ന കാര്യമാണ് പറഞ്ഞത്. വീടിനകത്ത് അടുക്കളയിൽ ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ടുള്ള മനുഷ്യരെ എനിക്കറിയാം. ഉണ്ട്, ധാരാളം ഉണ്ട്.
ധാരാളം കേസുകൾ അത്തരത്തിലുണ്ട്. കാരണം അപ്പൊ ഞാൻ ഭാര്യ പറഞ്ഞത് ചലിക്കുന്നത്, മകൾ പ്രായപൂർത്തിയായ മകൾ കട്ടിലിൽ എന്ത് ചെയ്യുന്നു, അവൾ എന്തെങ്കിലും പഴിച്ചു പോകുന്ന പരിപാടികളൊക്കെ അവിടെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ ക്യാമറ വെച്ച് അത് നിരീക്ഷിക്കുന്ന അച്ഛന്മാരെ എനിക്കറിയാം. അവിടെയാണ് നമ്മൾ മാറേണ്ടത്. നമ്മൾക്കിപ്പം എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടാലും അല്ലെങ്കിൽ എത്ര സാമൂഹ്യപരമായി നമ്മൾ ഉയർന്നു ചിന്തിച്ചു എന്ന് പറഞ്ഞാലും ഈ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം, നേരത്തെ സൂചിപ്പിച്ച സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം കുടുംബമാണ്. കുടുംബത്തിൽ നിന്നാണ് നമ്മൾ സമൂഹത്തിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യം മാറേണ്ടതും മാറ്റപ്പെടേണ്ടതും കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പോഴും നമ്മൾ പലപ്പോഴും നീ പെൺകുട്ടി ആയതുകൊണ്ട് നീ അത് ചെയ്യണ്ട, അവൻ ആൺകുട്ടി ആയതുകൊണ്ട് അവൻ അത് ചെയ്യട്ടെ എന്ന് പറയുന്ന ആ ഒരു മനോഭാവത്തിൽ നിന്ന്, പ്രത്യേകിച്ചും പണ്ട് ഒന്നുമില്ലെങ്കിലും ഈ നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് നമ്മളെ കുടുംബങ്ങൾ പറിച്ചു നട്ടിക്കുന്ന ഇവിടെയൊക്കെയാണ് കൂടുതൽ അപകടങ്ങൾ പതിയിരിക്കുന്നത്. പണ്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ള ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയാകട്ടെ ആരുമാകട്ടെ, നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പോയിടം തൊട്ട് വരുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും പറയും ഇല്ലേ. ആൺകുട്ടി എന്തെങ്കിലും നമ്മളോട് കമന്റ് പറഞ്ഞോ അല്ലെങ്കിൽ അവൻ എന്നോട് പ്രണയം പറഞ്ഞോ, ഒരു ടീനേജിൽപ്പെട്ട കുട്ടി ആണോ പെണ്ണോ ആവട്ടെ, അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് അവരുടെ മനസ്സിനകത്തും അവർ സ്വപ്നങ്ങൾ കാണുകയാണ്, അവർ ചിറക് വിടർത്തി പറക്കുകയാണ്, അവർക്ക് അറിയാതെ ഉള്ളിൽ പ്രണയങ്ങൾ വരും. ഇപ്പൊ ഇതൊക്കെ നമുക്ക് ആരോടെങ്കിലും ഒന്ന് പറയണം. ഇപ്പം നമ്മുടെ വീടുകളുടെ അവസ്ഥ എന്താ? നമ്മൾ പണ്ട് എല്ലാം വിശാലമായിട്ട് അയൽപക്കം, ഇപ്പം തൊട്ടടുത്തൊരു വീട്ടിൽ ഒരു കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ, അച്ഛനും അമ്മയും മുത്തശ്ശനൊക്കെ എവിടെയെങ്കിലും കല്യാണത്തിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ എവിടെയെങ്കിലും പോയി, ആ വീട്ടിൽ മറ്റാരെങ്കിലും കടന്നു വന്നാൽ അപ്പുറത്തെ വീട്ടിൽ നിന്നുകൊണ്ട് അപ്പുറത്തെ വീട്ടുകാർ ചോദിക്കും, ആരാ അവിടെ നിൽക്ക്, എവിടെ പോണു, എന്താ വിശേഷം എന്ന് ചോദിക്കും. ഇന്ന് ഓരോ വീടുകളും വീടുകളല്ല, വീടുകൾക്കുള്ളിലെ മുറികൾ പോലും മതിൽക്കെട്ടുകളാണ്. ഇപ്പം 4 മുറിയുണ്ടെങ്കിൽ 4 സ്ഥലത്താണ്. ഒരിടത്ത് അച്ഛൻ, ഒരിടത്ത് അമ്മ, അച്ഛനും അമ്മയും ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്ന എത്ര വീടുകളുണ്ടെന്ന് ഒരു സർവേ നടത്തി നോക്കണം. നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ ഒരു സർവേ നടത്തി നോക്കണം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഉറങ്ങുന്ന ബെഡ്റൂമുകൾ ഇന്ന് കേരളത്തിൽ എത്ര വീട്ടുകളിലുണ്ടെന്ന് സർവേ ആണ്. ഞങ്ങളടുത്ത് വരുന്ന കേസുകൾ സ്വകാര്യമായി പറയും, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ബെഡ്റൂമിൽ കിടന്നിട്ട് മാസങ്ങളായി, വർഷങ്ങളായി എന്ന് പറയുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ തുരുത്തുകളാണ്, ഓരോ വീടുകൾ ഓരോ തുരുത്ത്. അച്ഛൻ ഒരു റൂമിൽ, അച്ഛൻ ഒരു വലിയ കമ്പ്യൂട്ടറുമായിട്ടിരിക്കും, മക്കൾക്ക് എല്ലാവർക്കും വലിയ ഒരു കമ്പ്യൂട്ടർ അവർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ എന്താ അവർക്ക് ആവശ്യമുള്ളത് മേടിച്ചു കൊടുക്കും, അവരുടെ ലോകത്ത്. അമ്മ ഇതിൽ നിന്നെല്ലാം മോചനം തേടാൻ അവസാനം ടി വിയുടെ മുമ്പിലുള്ള സീരിയൽ മുഴുവൻ അമ്മ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുമിച്ചിരുന്ന് വീട്ടിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കുട്ടി വീട്ടിൽ നിന്ന് വന്നെന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ ചിന്തകളിൽ, അവരുടെ നടത്തത്തിൽ, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ വന്നിട്ട് ഇച്ചിരി പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ നമ്മൾ ഇച്ചിരി നേരം മിണ്ടാതിരുന്നാൽ നമ്മളെ ഒന്ന് മുത്തശ്ശനോ ഒന്ന് ശ്രദ്ധിക്കും. എന്തോ ഒരു മാറ്റം ഇവക്കൂടെ. പണ്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായാൽ, അവൾ മെൻസസ് ആയാൽ ആരും പറയണ്ട, അത് കണ്ടുപിടിക്കാൻ കഴിയുന്ന മുതിർന്നവർ നമ്മുടെ വീട്ടിലുണ്ട്. ഇന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അച്ഛനും അമ്മയൊക്കെ അറിയുന്നത്. അപ്പം അത്തരത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളിൽ മനുഷ്യർ തമ്മിൽ ഒരുപാട് അകൽച്ചയുണ്ടായി. പണ്ട് ഇനി എത്ര തിരക്കുള്ളവരും എത്ര വലിയ ഉദ്യോഗസ്ഥരാണെങ്കിലും പണ്ട് ഒരുമിച്ച് അത്താഴത്തിന് എല്ലാവരും ഒരുമിച്ചുണ്ടാകും. ഇപ്പം ദൈവവിശ്വാസികളാണെങ്കിൽ, ഈശ്വര വിശ്വാസികൾ സന്ധ്യ സമയത്തുള്ള പ്രാർത്ഥനയിൽ എല്ലാവരും, കൊച്ചുകുട്ടി ആ സകലം എല്ലാവരും ഒരുമിച്ചുണ്ടാകും, അത്താഴത്തിന് ഒരുമിച്ചുണ്ടാകും. പക്ഷെ ഇന്ന് ഓരോരുത്തരും ചെല്ലുന്നു, അവർക്ക് വേണമെങ്കിൽ കഴിക്കാൻ നേരമില്ല. അവിടെ സോഷ്യൽ മീഡിയ ഓവർ ആക്ട് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാം വേണം. നമ്മുടെ ശാസ്ത്രം വളരുന്നു, ശാസ്ത്രത്തെ നമ്മൾ ഉപയോഗിക്കണം, നമുക്ക് എല്ലാ സൗകര്യങ്ങളും. പക്ഷെ അതിനകത്ത് നാം ഓരോരുത്തരും സ്വയം അതിർവരമ്പ് സൃഷ്ടിക്കപ്പെടണം. ഒപ്പം തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങളും അതിർവരമ്പ് വേണം. അവിടെയാണ് ആ അതിർവരമ്പാണ് എവിടം വരെ പോകാം, ഏത് അറ്റം വരെ പോകാം, വ്യക്തി എന്ന നിലയിൽ എനിക്ക് എവിടം വരെ പോകാം, എൻ്റെ രാജ്യത്തെ നിയമ സംവിധാനം അനുസരിച്ച് എനിക്ക് എവിടം വരെ പോകാം. ആ ഒരു അതിർവരമ്പ് എല്ലാ കാര്യത്തിലും കൊണ്ടുവന്നാൽ, അത് സോഷ്യൽ മീഡിയയിലും കൊണ്ടുവന്നാൽ അതിന് നമുക്ക് ഗുണകരമായി തന്നെ ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. കാരണം അതിന് ഒരുപാട് ഗുണകരമായ വശങ്ങളുണ്ട്, മറ്റു തലങ്ങളും വശങ്ങളുമുണ്ട്. അപ്പൊ അത് എങ്ങനെ ഉപയോഗിക്കുന്നു, എവിടെ നമ്മൾ അതിർവരമ്പ് ഇടുന്നു, എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു, അതിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ വാദിക്കുന്ന ഒന്നാണ് റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത്, വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളത്. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ന്യൂ ഏജ് ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം എത്രത്തോളം റൈറ്റ് ടു പ്രൈവസി എന്നുള്ളൊരു കൺസെപ്റ്റ്, സ്വകാര്യത എന്നുള്ളൊരു കൺസെപ്റ്റ് സംരക്ഷിക്കപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? സ്വകാര്യത എന്നുള്ള കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ പ്രവർത്തികളിൽ തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുമെന്ന് മനസ്സിലാക്കുന്നത്. എൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു, അത്രയും ഞാൻ എന്ത് പോസ്റ്റ് ചെയ്താലും അത് ഞാൻ ലോകത്തിന് പ്രൊക്ലെയിം ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ വീട്ടിൽ ഇങ്ങനെ നടന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ യാത്ര പോകുന്നു, ഞാനിപ്പോൾ
ഫ്ലൈറ്റ് പിടിച്ച് അങ്ങനെ പോകാൻ പോകുന്നു. എല്ലാം ഓരോരുത്തരും അവരവരുടെ സ്റ്റാറ്റസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം ഇത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകാം. ഇപ്പം ഞങ്ങൾ കുടുംബസമേതം ഞങ്ങൾ കുറേ ദിവസത്തേക്ക് ഇങ്ങനെ ഒരു ഹോളിഡേ എൻജോയ് ചെയ്യാൻ ഇന്ന സ്ഥലത്ത് പോവുകയാണ്, അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് വായിക്കുന്ന ഒരാൾ, അയാളുടെ മനസ്ഥിതി എന്തായിരിക്കണമെന്ന് അറിയത്തില്ല. ഒരു കള്ളനതാണ് അത് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ആളുടെ വീട് ലൊക്കേറ്റ് ചെയ്ത് പോയി വേണമെങ്കിൽ മോഷണം നടത്താം. അപ്പം നമ്മളുടെ പ്രൈവസി എത്രമാത്രം നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളുടെ പോസ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ആ ഇൻഫർമേഷൻ അനുസരിച്ചാണ്, കണ്ടന്റ് അനുസരിച്ചാണ്. അപ്പം നമ്മളുടെ പ്രൈവസി എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. എവിടം വരെ അത് എക്സ്പോസ് ചെയ്യണം, എത്ര വരെ നമ്മളത് പബ്ലിഷ് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഇതാണ്. എന്താണ് പ്രൈവസി? പ്രൈവസി എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ്സിനും അപ്പർ മിഡിൽ ക്ലാസ്സിനും ഒക്കെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ നമ്മൾ ഈ പറയുന്ന പ്രൈവസി. കടത്തിലേയും കിടന്നുറങ്ങുന്ന ഒരാൾക്ക് പ്രൈവസി ഇല്ല. പ്രൈവസി ഇല്ല. അല്ലെങ്കിൽ പൊതു കിണറിന്റെ അരികിൽ നിന്ന് കുളിക്കുന്ന ഒരു സ്ത്രീക്ക് പ്രൈവസി ഇല്ല. അപ്പം പ്രൈവസി എന്ന് നമ്മൾ അതിന് ചുറ്റും ഉണ്ടാക്കുന്ന ഈ ഓറ നമ്മൾ മിഡിൽ ക്ലാസ്സുകാരുടെയും അപ്പർ മിഡിൽ ക്ലാസ്സുകാരുടെയും വളരെ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റാണ് ഈ നമ്മൾ ഈ പ്രൈവസി എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇതിനോടൊപ്പം തന്നെ പ്രൈവസി എന്ന് പറയുമ്പോൾ നമ്മൾ പബ്ലിക് എന്നും പ്രൈവറ്റ് എന്നും ഉള്ള രണ്ട് ഡൊമെയിൻ തിരിക്കുന്നുണ്ട്. അപ്പം ഇപ്പം പലപ്പോഴും നമ്മൾ പബ്ലിക് ഡൊമെയിനിൽ സ്ത്രീയെ കാണുന്ന ഒരു മാധ്യമമായിട്ട് അല്ലെങ്കിൽ കൊണ്ടെത്തിക്കുന്ന ഒരു മാധ്യമമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയെ കാണുമ്പോൾ പലപ്പോഴും ബെഡ്റൂമിൻ്റെ അല്ലെങ്കിൽ ഡൈനിങ് റൂമിൻ്റെ അല്ലെങ്കിൽ കിച്ചൻ്റെ ഒരു പ്രൈവസിയിൽ ഇരുന്നു കൊണ്ട് ആക്സസ് ചെയ്യുന്ന ഒരു സ്പേസ് മാത്രമായിട്ട് സോഷ്യൽ മീഡിയ മാറുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ വെർച്വൽ ഒരു മൊബിലിറ്റി മാത്രമേ തരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ മൊബിലിറ്റി ഇല്ല, കൊടുക്കുന്നില്ല. ആ വിഷയത്തിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് മാഡം, പ്രൈവസി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വ്യക്തികൾ അല്ലെങ്കിൽ സമൂഹം അവരായിരിക്കുന്ന സോഷ്യൽ സ്ട്രാറ്റയിലേക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ ആ ഒരു സ്ട്രാറ്റയിൽ നിൽക്കുന്നവർക്ക് തന്നെയാണ് ഏറെക്കുറെ ഈ പറഞ്ഞ മൊബൈലിലേക്കും കണ്ടന്റിലേക്കും ഈസി ആക്സസ്. മറ്റുള്ളവർക്ക് ആക്സസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഈസി ആക്സസ് എന്നുള്ളത്. നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ മീൻസ് പൊതുവിൽ അഭിഭാഷകർ പറയുന്ന ഒരു നൂഡിൽ എഗ്രിമെന്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. കാരണം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ആരും വായിച്ചു തന്നെ നോക്കുന്നുണ്ടാവില്ല. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ്, ഡിക്ലൈൻ, അങ്ങനെ 2 ഓപ്ഷനേ ഉള്ളൂ. ഇത്തരത്തിൽ നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ക്യാമറ ഉൾപ്പെടെ നമ്മുടെ ഗാലറി ഉൾപ്പെടെ നമ്മളുടെ ഫോണിലുള്ള വീഡിയോയും ഫോട്ടോയും ഉൾപ്പെടെ നമ്മൾ ആക്സെപ്റ്റ് ആക്സസ് ചെയ്തോളാനുള്ള പെർമിഷൻ അവർക്ക് കൊടുക്കുകയാണ്. ഇത്തരത്തിലൊരു ഘട്ടത്തിൽ മാഡം നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒളിക്യാമറകളുടെ പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ ആ കുടുംബനാഥൻ അല്ലെങ്കിൽ ആ പിതാവ് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആരുമായിക്കൊള്ളട്ടെ വയ്ക്കുന്ന ക്യാമറകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതല്ലേ? നമ്മളുടെ പ്രൈവസിയിലേക്കും നമ്മളുടെ പേഴ്സണൽ സ്പേസിലേക്കുമുള്ള കടന്നുകയറ്റമല്ലേ അത്? തീർച്ചയായിട്ടും അതുമായിട്ട് യോജിക്കുന്നു. പക്ഷേ ഒരു സ്ത്രീക്ക് ഇവിടെ പ്രൈവസി ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്. ഒരു കുടുംബത്തിനുള്ളിൽ ഒരു സ്ത്രീക്ക് പ്രൈവസി ഉണ്ടോ, ഒരു പെൺകുട്ടിക്ക് പ്രൈവസി ഉണ്ടോ? അവളുടെ ചോയ്സസ്, അവളുടെ തീരുമാനങ്ങൾ എടുക്കാൻ, അവൾ എന്ത് വസ്ത്രം ധരിക്കുന്നു, അവൾ എന്ത് ചെയ്യുന്നു എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് ആണോ അവൾക്ക് കുടുംബം എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. രണ്ടാമതായിട്ട് ഇത്തരം ഒരു സ്പേസിൽ നിൽക്കുന്ന മറ്റുള്ളവരുടെ നോട്ടങ്ങളും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളും ഒക്കെ സ്വന്തമാക്കി മാറ്റുന്ന ഒരു പെൺകുട്ടിക്ക് പിന്നെ അവളുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ഇല്ല, അവളുടെ മനസ്സിലില്ല. അപ്പോൾ എന്തും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലേക്കാണ് നമ്മൾ ഈ പെൺകുട്ടിയെ പാകപ്പെടുത്തുന്നത്. ഇത് ഇപ്പം ബസ്സിൽ കയറി ഒരാൾ പുറകിൽ നിന്ന് മാന്തുകയോ പിച്ചുകയോ ചെയ്യുകയാണെങ്കിൽ അതും ആക്സെപ്റ്റ് ചെയ്യണം, അതിനോട് പ്രതികരിക്കരുത്. വീട്ടിനുള്ളിൽ നീ ആരെ കല്യാണം കഴിക്കണം, ഞങ്ങൾ പറയുന്ന ആളിനെ തന്നെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ വിവാഹം കഴിക്കണം, ഈ ജാതി മതം ബാക്കി ഘടകങ്ങളെല്ലാം ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി മെരുങ്ങിയ ഒതുങ്ങിയ സ്ത്രീ ശരീരങ്ങളെയാണ് നമ്മൾ ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് പുറത്തേക്ക് ബഹുഭൂരിപക്ഷം ഇതിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രൈവസി ഡിബേറ്റ് നടത്തുന്നത് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഓൾറെഡി അവൾക്ക് പ്രൈവറ്റ് ആയിട്ടൊന്നുമില്ല. അവളുടെ തീരുമാനങ്ങൾ, അവൾ ആരുടെ കൂടെയാണ് നാളെ അവളുടെ മുഴുവൻ ജീവിതവും ചെലവാക്കേണ്ടത് എന്നുള്ള തീരുമാനം പോലും എടുക്കുന്ന മറ്റുള്ളവരാണെങ്കിൽ പിന്നെ ഏത് പ്രൈവറ്റ് സ്പേസിനെ പറ്റിയാണ് ഒരു സ്ത്രീ സംസാരിക്കുന്നത്? അതിനൊരു തിരിച്ചടി കുറച്ചിടങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ചില എതിർവാദങ്ങൾ ഉണ്ടായിരിക്കും. ഇതുവരെയുള്ള ജീവിത സമയത്ത് ഈ നിമിഷം വരെയുള്ള ജീവിത സമയത്ത് ഞാൻ കേട്ട ഏറ്റവും നല്ലൊരു ചോദ്യമാണ്, ഏതാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? നേരത്തെ മാം പറഞ്ഞല്ലോ, ചാറ്റ് ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്, ഇറങ്ങിയില്ലേ ഇത്രയും സമയം, അസമയത്ത് നിങ്ങളുടെ ഫോണിൽ പച്ച വെളിച്ചം കാണുന്നല്ലോ. ഞങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള ചോദ്യം തന്നെയാണ്. പക്ഷെ തിരിച്ചു പറയാൻ, ഏതാണ് നിങ്ങളുടെ സമയം, എൻ്റെ അസമയം?
എന്ന് ചോദിക്കാനുള്ള ധൈര്യം നമ്മൾ ആ കുട്ടിയെ പഠിപ്പിക്കുന്നില്ല. അല്ല, അത് ഉണ്ടായി വരുന്നു എന്നുള്ളത് ഇതുവരെ ഇല്ല. മാഡം പറഞ്ഞ ഒരു പോയിന്റിൽ നമ്മളത് മാഡം വീട്ടില് ഇപ്പൊ പറയുന്ന ഒരു സമ്മതിക്കത്തില്ല. വിഷയത്തിൽ ഒരു 10 മണി കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി മൊബൈലുമായിട്ട് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അച്ഛൻ അവിടെ ഓൺലൈനിൽ നിൽക്കുമ്പോൾ മോൾ ഓൺലൈനിൽ നിൽക്കുന്ന കണ്ടാൽ അപ്പം മോളെ വിലക്കും, മറിച്ച് മോനാണെങ്കിൽ വിലക്കില്ല. അവിടെയൊക്കെയാണ് പ്രശ്നം. മാഡത്തിനോട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. പബ്ലിക് ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ധാരാളം വിമൻസ് ഹോസ്റ്റലുകളുണ്ട് ഇവിടെ. ഇവർക്കെങ്കിലും ഇത്തരത്തിൽ 5 മണി കർഫ്യൂ എന്നും 5:30 കർഫ്യൂ എന്നും ഒക്കെ പറയുന്ന ഒരു നിയമം പറ്റില്ല എന്ന് പറയാനുള്ള ആർജവം വിമൻസ് കമ്മീഷൻ തീർച്ചയായിട്ടും കാണിക്കുകയാണ്. വിമൻസ് കമ്മീഷനിൽ അത്തരത്തിലൊരു പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ വിമൻസ് കമ്മീഷൻ അവിടെ പരിശോധിക്കുകയും അത്തരത്തിലുള്ള ആർജവമായ നിലപാടുകൾ എടുക്കുന്നതിനൊന്നും വിമൻസ് കമ്മീഷൻ ഒരു മടിയുമില്ല. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീയും പുരുഷനും സമൂഹത്തിന്റെ 2 വശങ്ങളാണ്, അല്ലെ? 2 വശങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു ഭാഗം ഞാനിപ്പോ ഓർക്കുകയാണ്. അതായത് ഒരു ചിറകുള്ള ഫ്ലൈറ്റിന് അല്ലെങ്കിൽ പക്ഷിക്ക് പറക്കാൻ കഴിയില്ല. അനായാസം പറക്കണമെങ്കിൽ ആ പക്ഷിക്ക് 2 ചിറകുകൾ വേണം. അപ്പോൾ ഒരു സമൂഹത്തിനും അനായാസം പറക്കണമെങ്കിൽ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്ന 2 ചിറകുകളെ ഒരുപോലെ നമുക്ക് പറക്കാൻ അനുവദിച്ചാൽ മാത്രമേ ആ സമൂഹം വളരെ ലജ്ജയോടാണ് പറയുന്നത്. 27-28 വയസ്സുള്ള പെൺകുട്ടികൾ, സ്ത്രീകൾ എന്ന് പറയാം, പെൺകുട്ടികൾ പോലുമല്ല, സ്ത്രീകൾ, അവർക്ക് ഹോസ്റ്റലിൽ കുറ്റിയിടാൻ പാടില്ല. ഏത് സമയം വേണമെങ്കിലും വന്നവർക്ക് അവരെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഇത്. 5 മണിക്ക് അകത്ത് കയറുക, ലൈബ്രറി ആക്സസ് 8 മണി വരെ പാടില്ല. ഇപ്പൊ ഞങ്ങള് ഈ നൈറ്റ് ഇപ്പൊ ഒരുപാട് നമ്മൾ IT മേഖലയിലൊക്കെ നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അത്തരത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ എപ്പോഴും വേണമെങ്കിലും പോകാൻ തക്കവണ്ണം സ്വാതന്ത്ര്യം ഇപ്പോൾ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ടീച്ചറിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വിമൻസ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ അതിന് നടപടി ഉണ്ടാകും. ഒരു സംശയവും വേണ്ട കാര്യത്തിലൊക്കെ.